ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. ഹരി ഓം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. എല്ലാവർക്കും ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 36-ാമത്തെ ശ്ലോകം. 36 മുതൽ 6 ശ്ലോകം ശിവഭഗവാനും ഭജിക്കുന്നതിനെ പറ്റിയും കൂടിയാണ് പറയുന്നത്. തവാജ്ഞാചക്രസ്ഥം പവന ശശികോടിദ്യുതിധരം പരം ശംഭും വന്ദേ പരിമിളിതപാർശ്വം പരചിതാ യമാരാധ്യൻ ഭക്ത്യാ രവിശശിശുചീനാമവിഷയേ നിരാലോകേ ആലോകേ നിവസതി ഭാലോകഭുവനേ. പദച്ഛേദം ചെയ്യാം. തവ ആജ്ഞാചക്രസ്ഥം തപന ശശികോടി ദ്യുതിധരം പരം ശംഭും വന്ദേ പരിമിളിതപാർശ്വം പരചിതാ യമാരാധ്യൻ ഭക്ത്യാ രവി ശശി ശുചീനാം അവിഷയേ നിരാലോകേ ആലോകേ നിവസതി ഭാലോക ഭുവനേ. പദാർത്ഥം പറയാം. തവ ആജ്ഞാചക്രസ്ഥം. തവ നിന്തിരുവടിയെ സംബന്ധിച്ചതായ, അതായത് ഇവിടെ തവ ശബ്ദം കൊണ്ട് സാധകന്റെ ഭ്രൂമധ്യത്തിലുള്ള ശ്രീചക്രത്തിലെ ശിവചക്ര ചതുഷ്ടയത്തെ പറയുന്നു. നമ്മൾ മുമ്പ് ശ്രീചക്രത്തെ പറ്റി പറഞ്ഞതാണ്. ശിവചക്ര ചതുഷ്ടയത്തെ പറ്റിയാണ് പറയുന്നത്. ശ്രീചക്രത്തിൽ ശിവചക്രമുണ്ട്, ഭഗവതി ചക്രമുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആജ്ഞാചക്രസ്ഥം, ആജ്ഞാചക്രസ്ഥിതനായി തവന ശശികോടി ദ്യുതിധരം, കോടിക്കണക്കിനുള്ള സൂര്യചന്ദ്രന്മാരുടെ കാന്തിയെ ധരിക്കുന്നവനായി പരജിത, പരാകാരയായ ജ്ഞാനശക്തിയാൽ പരിമിളിത പാർശ്വം, അലങ്കരിക്കപ്പെട്ട പാർശ്വഭാഗങ്ങളോട് കൂടിയവനായിരിക്കുന്ന പരം ശംഭും, പരമശിവനെ വന്ദേ ഞാൻ വന്ദിക്കുന്നു. യം യാതൊരു പരമശിവനെ ഭക്ത്യാ ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഉപാസകൻ രവി ശശി ശുചീനാം ആദിത്യ ചന്ദ്ര അഗ്നികൾക്ക് അവിഷയെ അഗോചരമായും നിരാലോകെ ആലോകനത്തിന് വിഷയമല്ലാത്തതായും മാംസദൃഷ്ടികൾക്ക് കാണുവാൻ കഴിയാത്തതായും അലോകെ വിജനമായിട്ടുള്ളതായുമിരിക്കുന്ന ഭാലോകഭുവനെ ജ്യോത്സ്നാമയ ലോകത്തിങ്കൽ അക്ഷയകലകളോട് കൂടിയ ചന്ദ്രൻ്റെ അധിവാസ സ്ഥാനമാകുന്ന സഹസ്രദള കമലത്തിൽ നിവസിക്കുന്നു എന്നത് പ്രസിദ്ധമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഓരോ മണ്ഡലങ്ങളെപ്പറ്റിയും പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ഉപരിഭാഗത്തിൽ അഗ്നിമണ്ഡലമുണ്ടെന്നും അനാഹത ചക്രത്തിൻ്റെ ഉപരിഭാഗത്തിൽ സൂര്യമണ്ഡലം സ്ഥിതി ചെയ്യുന്നു എന്നുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആജ്ഞാചക്രത്തിൻ്റെ ഉപരി ചന്ദ്രമണ്ഡലമുണ്ടെന്നും പ്രതിപാദിച്ചിട്ടുണ്ട്. സാരം പറയാം. അല്ലയോ പരമേശ്വരി, നിന്തിരുവടിയുടെ ആജ്ഞാചക്രത്തിൽ വസിക്കുന്നവനും കോടിക്കണക്കിലുള്ള സൂര്യചന്ദ്രന്മാരുടെ കാന്തിപൂരത്തെ ധരിക്കുന്നവനും പരചിത് കലയാൽ ചുറ്റപ്പെട്ട പാർശ്വഭാഗങ്ങളോട് കൂടിയവനുമായ പരമശിവനെ ഞാൻ വന്ദിക്കുന്നു. നമ്മളെപ്പോലെ ഓരോരുത്തരെയും ഓരോ സാധകന്മാരെ വന്ദിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പരമശിവനെ
യാതൊരു പരമശിവനെ ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഉപാസകൻ സൂര്യചന്ദ്രാഗ്നികൾക്ക് അവിഷയവും, ഇതെല്ലാം പ്രകാശിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, അഗ്നിക്കെല്ലാം ഭയങ്കരமான പ്രകാശമുണ്ട്, അവിഷയവും മാംസദൃഷ്ടിക്ക് ഗോചരമല്ല, മാംസദൃഷ്ടി നമ്മളെ പോലെയുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതും ഏകാന്തവുമായ ജ്യോത്സ്നാമയ ലോകത്തിൽ സ്ഥിരമായി വസിക്കുന്നു എന്നത് പ്രസിദ്ധമാകുന്നു. അപ്പം നമ്മുടെ മാംസദൃഷ്ടികൾ കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഈ ഇത്രയും പ്രഭയോടുകൂടി സൂര്യൻ ഉദിക്കുന്നുണ്ട്, നമ്മൾക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്, അഗ്നിയുണ്ട്, ഇതൊന്നുകൊണ്ടും ഭഗവാനെ ദർശിക്കാൻ പറ്റുമല്ല. എന്തുകൊണ്ട് ഭഗവാനെ ദർശിക്കാൻ പറ്റുള്ളൂ? ഭഗവതിയുടെ പരചിത്കലയാൽ ചുറ്റപ്പെട്ട പാർശ്വഭാഗങ്ങളോട് കൂടിയവനുമായ പരമശിവനെ ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ദൃഷ്ടിഗോചരങ്ങൾക്കൊന്നും മാംസദൃഷ്ടികൾക്ക്, അതായത് നമ്മുടെ കണ്ണുകൾക്ക് കൊണ്ടൊന്നും നമ്മൾക്ക് കാണാൻ പറ്റാതെ ഭഗവാനെ, ആ പരമശിവനെ, ഭഗവതിയുടെ ഭർത്താവായ പരമശിവനെ ഞാൻ വന്ദിക്കുന്നു എന്ന് ഇവിടെ ഗ്രന്ഥകർത്താവായ ശങ്കര ഭഗവത്പാദർ പറയുന്നു. അപ്പോൾ പിന്നെ നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭഗവത്പാദർ തന്നെ അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരല്ല. നമ്മൾ ഭഗവത്പാദരെ പോലെ അല്ല എങ്കിലും നമ്മൾ മാംസദൃഷ്ടിയുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരല്ല. നമ്മൾക്കും അങ്ങേ കാണണ്ടെങ്കിൽ നമ്മുടെ ഉപാസനകൾ, ഭഗവതിയോട് കൂടിയുള്ള ഉപാസനകൾ ശക്തമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.